ജിത്തീസ് അസ്സാം വലൈക്കും. അപ്പം നമ്മുടെ റംസാനൊക്കെ കഴിഞ്ഞല്ലേ. ഇതുണ്ടല്ലോ, ഈ വീഡിയോ എൻ്റെ ഡ്രാഫ്റ്റ് ഇട്ടാണ്. കാരണം വ്യാഴാഴ്ച ലാസ്റ്റ് നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ പെരുന്നാളായതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ ദേ ഒരു 12:30 ആയപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു. അത് ഞാൻ നല്ലപോലെ കഴുകി ഫ്രഷാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ഇവിടെ ചോറ് വേവും കേട്ടോ. അപ്പം ഉമ്മി ദേ തോരനൊക്കെ ആക്കി വെച്ചു. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് നിങ്ങളെ കാണിച്ചത്. അതിന് മുമ്പ് തോരനായി. പിന്നെ ചോറൊക്കെ പെട്ടെന്നാവും. ചോറെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ വെക്കുന്നത് പെട്ടെന്നാവും. അങ്ങനെ അതൊക്കെ ആയി. പിന്നെ സവാള ഉണ്ടല്ലോ, ഈ പൊളിച്ച് വെക്കും. സവാള, കൊച്ചുള്ളി, ഇഞ്ചി ഇതൊക്കെ പൊളിച്ച് ഒക്കെ വെക്കും. അരിഞ്ഞ് വെക്കത്തില്ല. അരിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് പന്നലായിപ്പോവും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. അതുപോലെ തേങ്ങ തുരുമി നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെക്കും. ആവശ്യത്തിന് എടുത്ത് മതി. നമുക്ക് ഒരു ഇത്തി വന്നതെല്ലാം ചെയ്തു തരും. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ കറി വെക്കാനൊക്കെ നമുക്ക് എടുക്കാൻ സിമ്പിളായിരിക്കും അല്ലേ. അങ്ങനെ ഞാൻ എണ്ണയൊക്കെ അങ്ങോട്ട് കുക്കറിനകത്തോട്ടിട്ട് എണ്ണ ചൂടായിട്ട് കുറച്ച് വലിയ ജീരകവും കടുകും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റാക്കി അങ്ങോട്ട് വറുത്തെടുത്ത് നല്ല മണമല്ലേ. എന്നിട്ട് കുറച്ച് കൊച്ചുള്ളി ഇട്ടിട്ട് അതും ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് സവാള ഇട്ടു, തക്കാളി ഇട്ടു, പിന്നെയും ബാക്കി വന്ന കൊച്ചുള്ളി ഇട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഉപ്പിട്ട് ഒന്ന് സോഫ്റ്റാക്കി. അത് കഴിഞ്ഞ് നമ്മുടെ മസാല കാശ്മീരി മുളക് പൊടി ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി മാത്രം പൊടിച്ചത്, പിന്നെ ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ഇട്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നല്ലപോലെ മൂപ്പിച്ച്, എന്നിട്ട് നമ്മുടെ അതിൽ നിന്ന് കുറച്ച് ആ മസാല ഉണ്ടല്ലോ, കുറച്ച് ഞാൻ ഒരു ജാറിനകത്ത് എടുത്തിട്ടിട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് കുറച്ച് ചൂടുവെള്ളം, ഒത്തിരി ചൂടുവെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അരച്ച് ഇതിനകത്ത് അങ്ങോട്ട് പേസ്റ്റാക്കി ഇട്ടു. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് 1-2 വിസിലാകുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്ന് പറയാം, ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇരിക്കുന്നത്. അപ്പോൾ രാവിലോട്ടേ എൻ്റെ പുറകിൽ നടക്കുക. ഈ ഫ്രിഡ്ജിൽ ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള തണുത്ത സാധനങ്ങൾ ഇരുന്നാൽ വിടില്ല, എൻ്റെ പുറകിൽ നടക്കും. അതുകൊണ്ട് ഞാൻ എന്തെടുത്തെന്നറിയാമോ, ഞാൻ പറഞ്ഞു കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അറിയാതൊക്കെ എടുത്ത് കഴിച്ചു. ഞാൻ പോയി ഫ്രഷായി. പിന്നെ ഫ്രൂട്ട് സലാഡ്, മിക്ക നമ്മുടെ നോമ്പിൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമുക്കെന്നും ഫ്രൂട്ട് സലാഡായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് സലാഡിനൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ഇടിയപ്പം, നമുക്ക് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് പെട്ടെന്നാവുന്നല്ലോ. അങ്ങനെ ഇടിയപ്പത്തിന് മാവെല്ലാം തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് കുഴച്ച് വെച്ചു. പിന്നെ ഇടിയപ്പം പീച്ചെടുത്തു, നമ്മുടെ തട്ടെടുത്തു, തേങ്ങ ഇട്ടു, ഇടിയപ്പം പീച്ചി. അങ്ങനെ നമ്മുടെ ഇടിയപ്പം റെഡി ആവുന്നു. അതുപോലെ നമുക്കിന്ന് ബ്രെഡ് പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രെഡ് പിസ്സയും മോള് എനിക്ക് സഹായിക്കുവാണ്. ഞാൻ ക്യാപ്സിക്കം, തക്കാളി, പിന്നെ ചീസ് ഇതെല്ലാം കൂടെ ഇട്ടതേ കണ്ടില്ലേ, ഒരു ബ്രെഡ് പിസ്സ. പിന്നെ പാനിനകത്ത് ഞാൻ ആ ചീസൊന്ന് മെൽറ്റാകാൻ വേണ്ടി ഒരു 2-3 സെക്കൻഡേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേനത് മെൽറ്റായി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തോ പറഞ്ഞാലും. പിന്നെ ചിക്കനും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചിക്കൻ ക്രഷ് ചെയ്തതും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ബ്രെഡ് പിസ്സ എന്ന് പറയാം. അങ്ങനെ ഉമ്മി വെള്ളമെല്ലാം കലക്കുന്നു. മോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മുടെ ഫ്രൂട്ട് സലാഡിന് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതെടുത്ത് തിന്നുക. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. നോമ്പ് തുറയുടെ ഇതൊക്കെയാണ്. ചിക്കൻ റോളൊക്കെ ഞാൻ വെളിയിൽ നിന്ന് മേടിച്ചത്. പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു, കട്ട് ചെയ്ത് വെച്ച ബാക്കി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ ബ്രെഡ് പിസ്സ എന്നൊക്കെ പറയാമല്ലേ, പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, വെള്ളമുണ്ട്, ഈത്തപ്പഴമുണ്ട്, ബദാം പിസ്ത, പിന്നെ മുട്ട പപ്സും ചിക്കൻ പപ്സും ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാധാ നോമ്പ്. അങ്ങനെ നോമ്പെല്ലാം കഴിഞ്ഞല്ലോ, റമദാനും കഴിഞ്ഞല്ലേ. എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടേക്ക്. ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തേക്കും അല്ലായിരുന്നോ. അങ്ങനെ എൻ്റെ വീഡിയോസ് കണ്ടവർക്കെല്ലാം താങ്ക് യു കേട്ടോ. ഇത്രയും നാൾ നോമ്പുറയുടെ വീഡിയോസായിരുന്നു. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം.